ഓപ്പറേഷൻ അനന്ത 2 തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. ഓപ്പറേഷൻ അനന്ത 1 വന്നു. അത് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു ഗവൺമെൻറ് മുഖ്യമന്ത്രി. അന്ന് ജിജി തോംസൺ IAS ആയിരുന്നു അതിൻ്റെ ചെയർമാനായി വച്ചിരുന്നത്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. ബിജു പ്രഭാകരൻ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്നു. വളരെ ഡൈനാമിക്കായ ജില്ലാ കളക്ടർ ബിജു പ്രഭാകരനായിരുന്നു അതിൻ്റെ കമ്മിറ്റിയുടെ കൺവീനർ. വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്നത്. തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളുടെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും പ്രളയവും ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. തമ്പാനൂരിലെയും ഈസ്റ്റ് ബോട്ടിലെയും വെള്ളക്കെട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായ ചില ശാസ്ത്രീയ വിവരങ്ങൾ കൂടി ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞുകൊണ്ട് മാത്രമേ സാങ്കേതിക വിദഗ്ധരായാലും ശാസ്ത്രജ്ഞന്മാരായാലും പരിസ്ഥിതി പ്രവർത്തകരായാലും ഇതിൽ പ്രതികരിക്കാവൂ. പല ആളുകളും ഇതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, തിരുവനന്തപുരം നഗരം ഒരു ഗ്രാമമായിരുന്നു. എല്ലാ നഗരങ്ങളും ഗ്രാമമായിരുന്നു. തിരുവനന്തപുരം നഗരവും നല്ലൊരു ഗ്രാമമായിരുന്നു. തൈക്കാട് കുന്ന്, തൈക്കാട് ഹിൽ, പോലീസ് ക്യാമ്പസൊക്കെ ഇരിക്കുന്ന, ട്രെയിനിങ് ക്യാമ്പൊക്കെ ഇരിക്കുന്ന തൈക്കാട് കുന്ന്, അതിൽ നിന്ന് തൈക്കാട് കുന്നിൽ നിന്ന് നമ്മൾ ജഗതി ഭാഗത്തേക്കും ഇപ്പുറത്തേക്കുള്ള ഭാഗത്തും നല്ല സ്ലോപ്പ് ഏരിയ ആയിരുന്നു, ചരിഞ്ഞ പ്രദേശമായിരുന്നു. പാളയം കുന്ന്, പാളയം നല്ല കുന്നാണ്. ലാക്കോളേൻ്റെ അങ്ങോട്ടേക്കുള്ള ചരിവുണ്ട്. അതുപോലെ തന്നെ പാളയത്ത് നന്ദാവനം ഭാഗത്തേക്കും ചരിവുണ്ട്. അപ്പോൾ പാളയം കുന്ന്. ബാർട്ടൺ ഹിൽ സാഹിബിൻ്റെ നേരത്തെ താമസിച്ചിരുന്ന, ഇപ്പോൾ കോളേജ് ഇരിക്കുന്ന ബാർട്ടൺ ഹിൽ, ബാർട്ടൺ ഹിൽ എന്ന് ഇപ്പോഴും ആദ്യം തന്നെ പേര് ബാർട്ടൺ കുന്ന്. അതുപോലെ തന്നെ കനകക്കുന്ന് തുടങ്ങിയ 7-8 കുന്നുകളുടെ ഒരു നഗരമായിരുന്നു. അതുപോലെ തന്നെ ചെങ്കൽച്ചൂള, മോഡൽ സ്കൂളിൻ്റെ അടുത്തുള്ള ചെങ്കൽച്ചൂള എന്ന് പറയുന്ന സ്ഥലത്തുള്ള എരുമക്കുളം, അവിടെ എരുമകളെ പണ്ട് കുളിപ്പിച്ചിരുന്ന എരുമക്കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത്, സ്പോർട്സ് ഒക്കെ നടക്കുന്ന, നികത്തിയിട്ടുള്ള എരുമക്കുളം. അപ്പോൾ മേലെ തമ്പാനൂരുള്ള അല്ലെങ്കിൽ തൈക്കാട് പ്രദേശത്തുള്ള വെള്ളമൊക്കെ കുറേ അധികം ഇങ്ങോട്ട് വരുമായിരുന്നു. കുറച്ച് അപ്പുറത്ത് ജഗതി ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തേക്ക് വന്നതിൽ അതിനെ പിടിച്ചിരുന്നത് എരുമക്കുളമാണ്. ആ എരുമക്കുളത്തിൽ പിടിക്കുന്ന വെള്ളത്തിൽ അധികം വരുന്ന വെള്ളവും മറ്റു വെള്ളവും തമ്പാനൂരിലെത്തുന്ന മറ്റു വെള്ളവും എല്ലാം കൂടി എവിടെ പിടിക്കുമായിരുന്നു? മാഞ്ഞാലിക്കുളത്ത് പിടിക്കുമായിരുന്നു. മാഞ്ഞാലിക്കുളം നികത്തി അതും സ്റ്റേഡിയമാക്കി. അത് SMV സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ കളിക്കാനെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയമാക്കിയത്. അവിടെ ഒരു കളിയും നടക്കുന്നില്ല. അവിടെ കൂടുതലും ബിസിനസ് മേളകളാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നന്ദാവനം ക്യാമ്പസിനകത്ത് താമരക്കുളം ഉണ്ടായിരുന്നു. അത് നികത്തപ്പെട്ടു പോയി. ഇപ്പോൾ കുറച്ച് ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രക്കുളമുണ്ട്. പുത്തരിക്കണ്ടമായിരുന്നു. പുത്തരിക്കണ്ടത്ത് നെൽകൃഷി നന്നായിട്ടുണ്ടായിരുന്ന പുത്തരിക്കണ്ടമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുത്തരിയും നല്ല അരിയും ഒക്കെ കൊണ്ടുപോകുന്ന പിന്നെ വയൽ പ്രദേശമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് പിന്നെ കൊച്ചാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നദിയിലേക്ക് വെള്ളം പോകുന്ന കാര്യങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുളത്തിലേക്ക് വെള്ളം വരുന്ന കാര്യങ്ങൾ, കുളത്തിലെ അധിക വെള്ളം, കുളം നിറഞ്ഞാൽ അധികം വെള്ളം പുറത്തു പോകാനുള്ള സംവിധാനം, പാർവതി പുത്തനാറിൻ്റെ കാര്യങ്ങൾ, ആമഴഞ്ചാൻ തോടിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി തോടുകളും പുഴകളും മലകളും കുന്നുകളും ഉണ്ടായിരുന്നൊരു നഗരമാണ്. അത് നമ്മൾ വളരെ ശാസ്ത്രീയമായി പ്ലാൻ ചെയ്യാതെ വന്നപ്പോഴുണ്ടായ പ്രശ്നമാണ് ഒന്നാമത്തെ വിഷയം. 2, ഡ്രെയിനേജുകൾ, മിക്കവാറും ഡ്രെയിനേജുകൾ വൻകിട കെട്ടിടങ്ങൾ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, റോഡുണ്ടാക്കി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓടകളിൽ കൃത്യമായ വേസ്റ്റ് കൃത്യമായി ഓടകളിലും നദികളിലും പുഴകളിലും എത്തുന്നു. ഇതും വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് തിരുവനന്തപുരത്തിനെ ഒരു പ്രതിസന്ധിയാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചിന്തിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ ആക്കിയിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിനകത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നതിനെ ഇനി മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതിൽ ആമഴഞ്ചാൻ തോടും പാർവതി പുത്തനാറിലും വളരെ കൃത്യമായി അതിൻ്റെ സമീപത്തിലുള്ള കുറേ വീടുകളെങ്കിലും 2 സെൻറ്റ് 3 സെൻറ്റ് 4 സെൻറ്റൊക്കെ ഉള്ള വീടുകളുണ്ട്. പിന്നെ അല്ലാത്ത വലിയ വീടുകളുമുണ്ട്. ഈ വലിയ വീടുകളിലെ ആയാലും ചെറിയ വീടുകളിലെ ആയാലും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഡയറക്റ്റായിട്ട് ഈ നദിയിലേക്കും ഈ തോടുകളിലേക്കും കടത്തിവിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളും വളരെ വലുതാണ്. അതുപോലെ തന്നെ മാലിന്യം സംസ്കരിക്കപ്പെടുന്നില്ല. ഓടകൾ നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ശൈലിയിലല്ല, ഒഴുകിപ്പോകുന്ന ശൈലിയിലാണ്. അപ്പോൾ ഒഴുകിപ്പോകുമ്പോൾ അതിനെ പിടിക്കാനുള്ള സംവിധാനമില്ല, അത് ഭൂമിക്കടിയിലേക്ക് പോകാനുള്ള സംവിധാനമില്ല.
അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് തമ്പാനൂരിലെയും ഈസ്റ്റ് ഫോർട്ടിലെയും വെള്ളക്കെട്ട് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ചില പഠനങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ അനന്ത 2 വരുന്നു എന്നാണ് കേൾക്കുന്നത്. വളരെ കൃത്യമായ ചില ധീരമായ നടപടികൾ കൂടി എടുത്തുകൊണ്ട് മാത്രമേ ഇതിനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. പിന്നെ അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. അത് പല മാതൃകകളും തിരുവനന്തപുരത്ത് തന്നെ പല വീടുകളിലും ചെയ്തിട്ടുമുണ്ട്. അപ്പം ഞാൻ തന്നെ മുൻകൈയെടുത്ത് സാങ്കേതിക വിദ്യ പറഞ്ഞു കൊടുത്ത് പല വീടുകളിലും ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധ്യതയും വളരെ വലുതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു 80% 90% നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ചില സ്ഥലങ്ങളിൽ 100% നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കെട്ടാണ്. അതിനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നടപടികൾ എടുക്കുമ്പോൾ ചിലരുടെയൊക്കെ പിന്നെ വസ്തുവോ പുരയിടമോ റോഡോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ഒക്കെ ഒന്ന് പൊള്ളും. അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ഇത് ചെയ്താൽ വളരെ കൃത്യമായി തിരുവനന്തപുരത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. കോർപ്പറേഷനും കൂടി ഇതിനകത്ത് ശക്തമായ ഒരു നിലപാടും മാലിന്യങ്ങൾ വാരിക്കളയാനും ബാക്കിയുള്ളത് വരാതിരിക്കാനും പിന്നെ വരുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുമുള്ള പുതിയ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കേണ്ടി വരും.